ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെ സുണ്ടിയൊപ്പത്തൊക്കെ പോയി സുണ്ടിയൊപ്പത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. എന്നിട്ട് സെഡിൽ പ്ലാൻ ആയിരുന്നു കുശാൽനഗരത്തേക്ക് വരാൻ ഉണ്ടായ പ്ലാന്. അപ്പോൾ അങ്ങനെ സുണ്ടിയൊപ്പത്ത് ഹോസ്പിറ്റലൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ കുശാൽനഗരത്തേക്ക് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹോട്ടലിൽ വന്നിരുന്നു. നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹാരിസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ ചോദിക്കുക ആർക്കാ വീഡിയോ കോളാക്കി കാണിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ച് മുഖം മറിച്ചിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ട് മോനെന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കല. അപ്പോൾ അങ്ങനെ മോൻ നല്ല ഉറക്കില്ല കേട്ടോ. മോൻ എണിച്ചിട്ടില്ല. മോൻ വണ്ടി തന്നെ ഉറങ്ങിയിരുന്നു. സമയം ഏകദേശം ഒരു 9-10 മണി ആയിരുന്നു. അപ്പോൾ ഉറക്കം വരില്ല. സാധാരണ മക്കൾക്ക് അങ്ങനെ ഉറങ്ങിപ്പോയി. ഓന് നൈറ്റായിരുന്നു അത്. അപ്പോൾ മോനും ഉപ്പൊക്കെ അവിടെ ഇരുന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കൈ കഴുകിയിട്ട് വരാൻ നമ്മൾ കൈ കഴുകാനും പോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പ്ലീസ് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണൽ മാത്രമേ ഉള്ളൂ. ആരും കമൻറ്റ് സെക്ഷനിലൊന്നും കമൻറ്റ് അറിയിക്കുന്നില്ല. പ്ലീസ് ദയവായി എല്ലാവരും കമൻറ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നമ്മൾ തിരുത്താനുള്ള ശ്രമിക്കും. പിന്നെ അതുപോലെ മോനെ എണീപ്പിച്ചു. ഐസ്ക്രീം സെക്ഷനിൽ പോയി ഐസ്ക്രീം കണ്ടതിൻ്റെ ശേഷം അവൻ്റെ ഉറക്കം പോയി. എന്നാലും ഐസ്ക്രീം വാങ്ങിയത് ഐസ്ക്രീം തിന്നിട്ടും ഇല്ലൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ് അവിടെ മാനേജ്മെൻറ്റ് ഫുഡിൻ്റെ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവർ വന്നു സൂപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു. നമ്മൾ 2 ദിവസം കൂടെ സൂപ്പ് വേണോ വേണ്ടേന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതാ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എനിക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ മോൻക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ സൂപ്പ് വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഒന്നൊരു ടേസ്റ്റ് നോക്കാം. മട്ടൻ സൂപ്പ് കേട്ടോ. ഒന്നൊരു ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ സൂപ്പ് കുടിച്ചത് ഞാൻ മസ്താവും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മതിയെന്ന് മനസ്സിൽ ഒരു സൂപ്പിലാണ് നമ്മൾ കുടിച്ചത്. എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സൂപ്പ് ചെറുതും കുടിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ പ്ലേറ്റ് വന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടവും മുട്ടക്കറിയുമാണ്. പിന്നെയാണ് നമുക്ക് നമ്മൾ അൽഫാം ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതായത് മുട്ട പോലെ തന്നെ ഉണ്ടല്ലോ. ഞാനിത് എടുത്ത് നോക്കിയിരുന്നത് എന്താ സംഭവം മുട്ട തന്നെ ആണോ എന്നിട്ട്. അപ്പം നോക്കുമ്പോൾ മനസ്സിലത് പെപ്പറും സാൾട്ട് ഇടുന്ന ഒരു പാത്രമാണെന്നിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പൊറോട്ട വന്നു, മുട്ടക്കറിയും വന്നു. 3 പൊറോട്ടയായിരുന്നു. നമ്മൾ പൊറോട്ട ആക്കിയതിന് ശേഷമാണ് ചിന്തിച്ചത് പൊറോട്ട വേണ്ടിയിരുന്നില്ല, അൽഫാം മന്തി ഉണ്ടല്ലോ അതന്നെ മതിയായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ എന്താക്കി 3 ആൾ ഒരു പൊറോട്ട എടുത്തും മോനും പിന്നെ മോളും അത് കഴിച്ചില്ല. പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞിട്ട്. മോന് സാധാരണ ഹോട്ടൽ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. നല്ല വിശന്നാലും തന്നെ പെരക്ക് നമ്മൾ തീറ്റിക്കുന്നത് ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് തീറ്റിക്കുമല്ലോ അതേ ഇറങ്ങുള്ളൂ. അങ്ങനെ പൊറോട്ട കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അൽഫാം വന്നു. മോൾ അൽഫാം കണ്ടിട്ട് ഇപ്പോൾ തിന്നും പോലെയൊക്കെ കാട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഓളും തിന്നിട്ടില്ല. ഓൾ ഇച്ചിരി ചോറ് മാത്രം തിന്നിട്ടുള്ളൂ. ലാസ്റ്റാണ് ചിക്കൻ പീസ് ചെറിയൊരു പൊട്ട് തിന്ന്. അതിനെ ഓളും അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. നമ്മൾ ഈ നാടൻ ഫുഡുണ്ടല്ലോ അതൊക്കെയാണ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യം അങ്ങനത്തെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഹോട്ടലിൽ പോയാൽ നമ്മൾ അന്ന സാമ്പാർ എന്നാണ് പറയുക. ഇടയ്ക്കൊടുകിൽ കർണാടകയിലൊക്കെ അന്ന സാമ്പാർ എന്ന് പറയും. അപ്പോൾ അതുപോലെ അന്ന സാമ്പാറൊക്കെ ആണെങ്കിൽ ഉച്ചഭക്ഷണം നമ്മൾ എവിടേക്കെങ്കിലും പോയെങ്കിൽ അധികം ഫുഡ് അത് തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കുക. അന്ന സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നൈറ്റായാലും കൂടി ഇങ്ങനത്തെയൊക്കെ ആണല്ലോ വൈബ്. അപ്പോൾ എന്താക്കി ഇങ്ങനത്തെയൊക്കെ കഴിക്കാണ്ട് നിങ്ങൾ മോന് കഴിക്കുന്നുണ്ടാവും. ഓൻ്റെ പ്ലേറ്റത്തെ അത്രേ തിന്നിട്ടുള്ളൂ. അതിലുള്ള ചോറ് അതങ്ങനെ തന്നെ ഉണ്ടായി. ഇറച്ചി കഷ്ണം അത് തന്നെ അതുപോലെ തന്നെ ഉണ്ടായി. അല്ലാണ്ട് അത് അനങ്ങിയില്ല. ആ ഒരു കഷ്ണം വായിലിട്ടത് മാത്രമേ ഉള്ളൂ എന്ന് തിന്നിട്ടുണ്ടായി. അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അൽഫാം കുറച്ച് ബാക്കിയായിരുന്നു. റൈസും ഇറച്ചി കഷ്ണം അത്ര ബാക്കിയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിഞ്ഞ ശേഷം നമ്മൾ മൊജിറ്റോ പറഞ്ഞിരുന്നു. ഇത് വാട്ടർ മെലോൺ മൊജിറ്റോ ആണ് 2 വാട്ടർ മെലോൺ മൊജിറ്റോ പറഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് സുസ്തായിരുന്നു. എൻ്റെതും ബാക്കി തന്നെ ഭക്ഷണം അങ്ങനെ ബാക്കി വേസ്റ്റ് ചെയ്തു. മൊജിറ്റോയും കൂടി കുടിച്ചതിന് ഫുള്ള് മസ്തായി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അത് വേഗം കുടിച്ച് നമുക്ക് ഉറങ്ങാനുള്ള സമയം മക്കൾക്ക് ഉറക്കാമെല്ലാം തൂങ്ങി നാളെ സ്കൂൾ കോളേജിലൊക്കെ പോകണമെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കുടിച്ച് അവിടെ നിന്ന് പോകാൻ വേണ്ടി നിന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നും കൂടി പറയാണ് പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് സെക്ഷനിലൊന്നും എന്തായാലും കമൻറ്റ് അറിയിക്കണം. ഇത് മിനിഞ്ഞാന്ന് പിടിച്ച വീഡിയോ ആണ്. തിങ്കളാഴ്ച പിടിച്ചതാണ്. ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നൊക്കെ വീഡിയോ. അപ്പോൾ പറഞ്ഞതുപോലെ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.